അവരുടെ ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊരു മാതൃകയായിട്ട് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ മഹദിയുടെ ചരിത്രം നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിൻ്റെ പരലോകം ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോൾ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് വരും. അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ കോടതിയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബിഅന്നഹു യൗമൽ ഖിയാമത്തി യുനാദിൽ മുനാദി മിൻ ഖിബലിൽ അർശ്. അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. മുത്തുനബി അവിടെന്ന് പറയുന്നു, യാ മഅ്ശറൽ ജംഉ അല്ലൂ അബ്സാറകും. അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, മഅ്ശറയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകളൊന്ന് ചിമ്മാൻ. അള്ളാഹുവിന്റെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അർശിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയുകയാണ്, അള്ളാന്റെ കോടതിയിൽ നിൽക്കുന്ന എല്ലാവരും അവരുടെ കണ്ണുകളും നടക്കാൻ, എല്ലാവരും അവരുടെ കണ്ണുകളും നടക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. എന്തിനാണ് കണ്ണടയ്ക്കാൻ പറയുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ, ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും എല്ലാ പ്രവാചകന്മാരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, യാ മഅ്ശറൽ ജംഇ അല്ലൂ അബ്സാറകും. എല്ലാവരും അവരുടെ കണ്ണുകളും നടക്കുവാൻ, അവരുടെ കണ്ണുകളും ചിമ്മുവാൻ. എന്തിനാ പറയുന്നത്? ഹത്താ തമുറു ഫാത്തിമ ബിൻത് മുഹമ്മദ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറയുകയാണ്. എന്തിന്? ഫാത്തിമാനെ കാണാതിരിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ കാണാതിരിക്കാൻ, ആ സ്വർഗത്തിന്റെ റാണിയെ മറ്റുള്ളവരെ കാണാതിരിക്കാൻ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അതാ മഹ്ശറയിൽ നിൽക്കുന്ന കോടാനുകോടി ജനങ്ങളോട് അവിടുന്ന് കണ്ണടയ്ക്കാൻ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ ഒരൊറ്റ മഹത്വം മതി ഫാത്തിമയാരാണെന്ന് പഠിക്കാൻ. ഈ ഒരൊറ്റ മഹത്വം വേറെ ആർക്കാ പറയാൻ കഴിയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമയാരാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുമ്മിയതു ലി അന്നല്ലാഹ ഫാത്തമഹാ വഹജബഹാ അലന്നാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഫാത്തിമ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമകൾക്ക് ഫാത്തിമ എന്ന് പേരിടാനുള്ള കാരണം പറയുന്നത്, ആ പേരിന്റെ അർത്ഥമെന്തെന്നറിയുമോ? ആ പേരിന്റെ അർത്ഥമെന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹജബഹാ അലന്നാർ. നരകത്തിന്റെ തീയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാണ്. ഫാത്തിമ നരകത്തിൽ കിടക്കുന്ന പെണ്ണല്ല. അതുകൊണ്ടാണ് ഫാത്തിമ എന്ന് പേരിട്ടതെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരാണ് തന്റെ പൊന്നാര മകൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഫാത്തിമാനെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ മകള് ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ എന്ന മക്കൾക്ക് പേരിടുന്ന, പെൺകുട്ടികൾക്ക് പേരിടുന്ന എത്ര പേരാവുള്ളേ? നമ്മളിൽ പലർക്കും ഫാത്തിമ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ അറിയില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് നിങ്ങൾ പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തിടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ചേർത്തിടുക മുഹമ്മദ്. പെൺകുട്ടികൾക്ക് പേരിടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടം, ഫാത്തിമത്തു ഖിത്അത്തു മിൻ കബദി, എന്റെ കരളിന്റെ കഷ്ടമെന്ന് മുത്തുനബി വിശേഷിപ്പിച്ച സ്വർഗത്തിന്റെ റാണിയാണ്, പെണ്ണുങ്ങളുടെ നേതാവായ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേരിടണമെന്ന് മുത്തുനബി പഠിപ്പിച്ച്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരായിടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ, ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ പൊന്നാര മകന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ അവൻ നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സലാത്ത് പറയാൻ തന്നെ വയ്യ, നമുക്ക് നബിദിനം വരണം, സലാത്ത് പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, തന്റെ മക്കൾക്ക് പേരിടുമ്പോ മുഹമ്മദ് എന്ന് പേരിട്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തിട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ചേർത്തിടാൻ പറഞ്ഞല്ലോ. മക്കൾക്ക് ഫാത്തിമ എന്ന് നമ്മൾ പേരിടുമ്പോ എങ്ങനെയാ, നമ്മളൊന്നും നോക്കാറില്ല. നമ്മൾ ഇന്ന് പേരിടുന്ന സമയത്ത്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 2 പെൺകുട്ടികളുടെ പേരും 2 ആൺകുട്ടികളുടെ പേരും നേരത്തെ കാലത്തെ കണ്ടുവച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇടാൻ കഴിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്, പടച്ചുറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കൂട്ടത്തിൽ അബ്ദുള്ള ആരും ഇല്ല, ഇല്ലപ്പാ ഷാജിക്ക? നമ്മുടെ കൂട്ടത്തിൽ അബ്ദുള്ള ആരും ഇല്ലല്ലോ. അപ്പൊ അബ്ദുള്ള എന്ന് പേരിടണം. അബ്ദുർ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരാണ് അബ്ദുർ റഹ്മാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ, എത്രയോ പേരുകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാം. അർത്ഥമൊന്നും നോക്കണ്ട, ഖുർആനിൽ പേരുണ്ടോ ധൈര്യമായിട്ട് മക്കൾക്കിട്. പെൺകുട്ടികൾ അള്ളാഹു തന്ന നിധിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണോ കിട്ടിയത്, അവർ രക്ഷപ്പെട്ടെന്ന. നമ്മുടെ ഭാര്യ ആദ്യം പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺമക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടണം. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഫാത്തിമ എന്ന് നമ്മുടെ മക്കൾക്ക് പേരിട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പൊന്നാര മകളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ്. ഫാത്തിമാനെ നിങ്ങൾ ആരെങ്കിലും വെറുത്താൽ അത് എന്നെ വെറുക്കുന്നത് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഫാത്തിമ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവേ, പരലോകത്ത് നിൽക്കുന്നവർ മുഴുവനും കണ്ണടയ്ക്കുകയാണ്, ഒന്ന് കണ്ണ് ചിമ്മുകയാണ്. കാരണം ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് സ്വർഗത്തിന്റെ റാണിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടാനുള്ള കാരണമെന്താ? നമ്മുടെ ഭാര്യമാര്, നമ്മുടെ പെൺമക്കള്, നമ്മുടെ സഹോദരിമാര്, അവർക്കും നാളെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണമല്ലോ. അവരും നാളെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണമല്ലോ. ആഗ്രഹമുണ്ടോ നമുക്ക് നമ്മുടെ ഭാര്യമാര് സ്വർഗത്തിൽ പോകണമെന്ന്, നമ്മുടെ പെൺമക്കള് സ്വർഗത്തിൽ പോകണമെന്ന്, നമ്മുടെ സഹോദരിമാര് സ്വർഗത്തിൽ പോകണമെന്ന്, നമ്മുടെ കുടുംബക്കാര് സ്വർഗത്തിൽ പോകണമെന്ന്?
ലഭിക്കണമെന്ന് നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് അതാ ഒരു പെണ്ണ് കടന്നു ചെല്ലുകയാണ്. ഖീല ലഹാ ഉദ്ഖുലുൽ ജന്നത മിൻ അബ്വാബിൽ ജന്ന. നാളെ ഒരു പെണ്ണിനെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന് 4 നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെണ്ണിന് 4 നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അവൾക്ക് നാളെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ കടക്കാമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഫാത്തിമ